കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ച് വല്ലാത്തൊരു സങ്കടം പറഞ്ഞു. 5 മക്കളുണ്ട് അവർക്ക്, പക്ഷേ ഇപ്പോൾ ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നവരെ. ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു, പക്ഷേ പിന്നീട് പതിയെ പതിയെ സ്നേഹമൊക്കെ ഇല്ലാതെയായി, എന്നെയും മക്കളെയും പരിഗണിക്കാതെയായി, മറ്റാരോ ആയിട്ട് ഇപ്പോൾ അയാൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്ന വരവും കുറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ദേഷ്യമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വല്ലാതെ വിളിച്ച് സങ്കടം പറഞ്ഞു, കരഞ്ഞു. അവസാനം അവർ പറഞ്ഞത്, ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മക്കളെയും കൊന്ന് എൻ്റെ ജീവൻ അങ്ങ് ഒടുക്കിയാലോ എന്ന്. എൻ്റെ ശബ്ദം ആ സഹോദരി കേൾക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാൻ ഈ ഭർത്താവ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ പഠിച്ചതിൽ വെച്ച്, എനിക്ക് മനസ്സിലായതിൽ വെച്ച് എളുപ്പമുള്ളൊരു മാർഗം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ദിവസം 1 ഗ്ലാസ് വെള്ളം വെച്ച് ഒരാഴ്ച കാലം അവർക്ക് കൊടുക്കാൻ, അതായത് നമ്മൾ ആരുടെ സ്നേഹമാണോ വേണമെന്ന് ഉദ്ദേശിക്കുന്നത്, ഭർത്താവിൻ്റെയെങ്കിൽ ഭർത്താവിൻ്റെ, ഭാര്യയുടെയെങ്കിൽ ഭാര്യയുടെ, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മൾ എന്ത് ചെയ്യും, സ്നേഹിച്ചു തുടങ്ങും. അതിന് ഏറ്റവും നല്ലൊരു എളുപ്പമാർഗം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, അതായത് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു മന്ത്രം പറഞ്ഞു തരട്ടെ. എന്നിട്ട് ഈ മന്ത്രം, ഈ ദിക്ർ ഈ പഞ്ചസാരയിലേക്ക് അല്ലെ മധുരത്തിലേക്ക് മന്ത്രിച്ചിട്ട് നമ്മൾ ആരെയാണോ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് സ്നേഹിക്കുകയും നമ്മളോട് ഒരിക്കലും വിട്ടുപിരിയാത്ത രൂപത്തിൽ ചേരുകയും ചെയ്യും. അത്തരത്തിൽ സ്നേഹം ലഭിക്കാൻ പറ്റുന്ന നല്ലൊരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. പല ഭാര്യ ഭർത്താക്കന്മാരുടെയും വല്ലാത്തൊരു പ്രശ്നമാണ് ലൈംഗിക ബന്ധത്തിൽ ഇണയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലേ? ആ പ്രശ്നം പരിഹരിച്ച് കിട്ടാൻ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. അതിനൊരു വഴി പറഞ്ഞു തന്ന ഒരു പോംവഴി. ഇൻഷാ അല്ലാഹ് കോഴിമുട്ട വീട്ടിലുണ്ടോ? എന്നാൽ ഈ ഒരു മന്ത്രം ചെയ്തു നോക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ, സ്ഥിരമായി കേൾക്കുന്ന, അതുപോലെ തന്നെ ദുആ വസിയത്ത് ചെയ്ത് കമൻ്റ് അയക്കുന്ന, ദുആ വസിയത്ത് ചെയ്ത് മെസ്സേജുകൾ അയക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്കൊക്കെ ഖൈർ നൽകട്ടെ, എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ള ചില സംഗതികൾ പറഞ്ഞുതരാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിഷമവും പ്രയാസവും ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്നവരുണ്ട്, അല്ലാഹു അവരുടെ സ്നേഹം നിലനിർത്തി കൊടുക്കുമാറാട്ടെ. എന്നാൽ പല വീടുകളിലെയും പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ ഉള്ളിങ്ങനെ നേറിപ്പോകുന്നുണ്ടാവും, അല്ലേ? എന്ത് ചെയ്യണമെന്നറിയാതെ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ച് കരയുകയാണ്. അവർക്ക് 5 മക്കളുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടി, ഇപ്പോൾ ഒരു കുറഞ്ഞ വയസ്സായിട്ടുള്ളൂ, 1.5 2 വയസ്സൊന്നും ആയിട്ടുള്ളൂ. നല്ല സ്നേഹത്തിലായിരുന്നു ഭർത്താവ്. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് കാലം കൊണ്ട് എന്ത് ചെയ്തു, സ്നേഹമൊക്കെ കുറഞ്ഞു, ദേഷ്യമായി, ഇപ്പോൾ മറ്റാരോ ആയിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ആ സഹോദരി പറയാണ്. ആരോ വഴി അവരറിഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ കടിച്ചു കയറാൻ ചെല്ലുന്ന സ്വഭാവമാണ്. വീട്ടിലേക്ക് വരാതെയായി, അധികവും വല്ലപ്പോഴും വന്നാലായി എന്നൊക്കെ ആ അവസ്ഥയായി എന്ന്. ഞാൻ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ അവരിങ്ങനെ സങ്കടം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സലാമത്ത് നൽകട്ടെ. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ശബ്ദം ആ ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ളൊരു പരിഹാരമാണ്. ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്നവരുണ്ടാവും. ഞാനൊരു പരിഹാര മാർഗം പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം ഒരാഴ്ചക്കാലം, ഓരോ ഗ്ലാസ് വെള്ളം കേട്ടോ. ഇന്നിപ്പോൾ 1 ഗ്ലാസ് കൊടുത്തു, നാളെ അതേ ആ വെള്ളം തന്നെ അല്ല, മറിച്ച് എന്ത് ചെയ്യുക, അടുത്ത ഗ്ലാസ് വെള്ളം എടുക്കണം. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം തന്നെ ഒരാഴ്ചക്കാലം കൊടുക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഓരോ ദിവസം ഓരോ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരാഴ്ചക്കാലം 11 ഫാത്തിഹ വീതം ഈ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഓതി മന്ത്രിക്കുക. ഫാത്തിഹ ഓതുക, അല്ലെ? ഫാത്തിഹ ഓതാൻ എല്ലാവർക്കും അറിയില്ലേ, അതുകൊണ്ടാണ് എളുപ്പമാർഗം എന്ന് പറഞ്ഞത്. ഒരു 11 ഫാത്തിഹ അഊദും ബിസ്മിയും ചേർത്തിട്ട് ഓതി ആമീൻ പറഞ്ഞ് എന്തിലേക്ക്, ഇഷ്ഫി എന്ന വെള്ളത്തിലേക്ക് 11 എണ്ണി മന്ത്രിച്ച് എന്ത് ചെയ്യുക, ഓതുക. എന്നിട്ട് അത് ഭർത്താവിന് കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുക, ആരെയാണോ സ്നേഹം വേണമെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കുക. ഇതൊരാഴ്ച മുടങ്ങാതെ ചെയ്യുക ഇൻഷാ അല്ലാഹ്, 7 ദിവസം. നിങ്ങൾ നോക്കിയാൽ അത്ഭുതകരമായിട്ട് ഈ ഭർത്താവ് അല്ലെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കും, തീർച്ചയാണ്. ഇനി വെള്ളം കൊടുക്കാൻ സാധിച്ചില്ല, അവർ ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ചായ കൊടുത്താൽ മതി. അവർ ജ്യൂസ് കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ജ്യൂസാക്കി കൊടുത്താൽ മതി. എങ്ങനെയെങ്കിലും ഈ വെള്ളം അവരുടെ ഉള്ളിലേക്ക് എത്തിക്കണം, അത് ചെയ്താൽ മതി. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് വെള്ളമായിട്ട് കൊടുക്കൽ തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഈ മന്ത്രിച്ച് വെച്ച വെള്ളം കൊടുക്കുക. അത് ആ സമയത്ത് മന്ത്രിക്കണമെന്നില്ല, നേരത്തെ എന്ത് ചെയ്താൽ 1 ഗ്ലാസ് വെള്ളം മന്ത്രിച്ച് വെച്ചിരുന്നാൽ മതി. ഒരു ദിവസം മുടങ്ങാതെ 7 ദിവസം എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. ദിവസം മുടങ്ങാൻ പാടില്ല. ഇനി ഇടയ്ക്ക് എപ്പോഴും മുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 7 ദിവസം കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാം. തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാവും.
സ്നേഹം ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റും. നല്ല നീയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല അക്ഷരശുദ്ധിയോടുകൂടി ഓതാൻ ശ്രമിക്കുക. കാരണം ഫാത്തിഹ സൂറത്ത് ഖുർആനാണല്ലോ. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നല്ല അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക. 2, നല്ല ഇഖ്ലാസോട് കൂടി ഓതുക. അതായത് ഞാൻ ഈ ഓതുന്ന ഓതൽ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിത്തരും എന്ന നല്ല ഇഖ്ലാസ്, നല്ല യഖീനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഓതുക. അല്ലാതെ നടക്കട്ടെ, സ്നേഹിക്കട്ടെ, ആ ഒരു മൈൻഡിലാണ് എങ്കിൽ അത് ചിലപ്പോൾ നടക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല ഇഖ്ലാസോടുകൂടി നല്ല യഖീനോടുകൂടി ഓതാൻ ശ്രമിക്കുക. 3-ാമത്തെ കാര്യം, പോസിറ്റീവ് മൈൻഡ് വെച്ചുകൊണ്ട് ഓതാം. പോസിറ്റീവ് മൈൻഡ് വെക്കാന്ന് മനസ്സിലായില്ലേ, ഈ ഇഖ്ലാസിന്റെ മറ്റൊരു ഭാഗമാണ് എന്ത്, ഇതുകൊണ്ട് എന്ത് ചെയ്യും, എൻ്റെ കാര്യം നടക്കും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇനി നടന്നില്ലെങ്കിലോ, ഇനി കിട്ടിയില്ലെങ്കിലോ, ചില ആളുകൾ അങ്ങനെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, നെഗറ്റീവ് വിട്ടുപോകൂല. വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്, ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി, ഈ ഫ്ലൈറ്റ് എങ്ങാനും പൊട്ടിത്തെറിച്ചാലോ എന്നിപ്പോൾ ചിന്ത. എന്നാൽ എത്രയോ ഫ്ലൈറ്റുകൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ട്രെയിനിൽ കയറി, ഈ ട്രെയിനെങ്ങാനും പാളം തെറ്റിയാലോ, വാഹനത്തിൽ കയറി വാഹനം കാണാൻ ചെന്ന് ഇടിച്ചാലോ, അങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് അങ്ങനെ ആവാൻ പാടില്ല. പോസിറ്റീവ് മൈൻഡ് വേണം. അതായത് നമ്മൾ ഈ ചെയ്യുന്നതിന് ഫലം കിട്ടും, ഇൻഷാ അല്ലാഹ് കിട്ടും. ആ ഒരു നല്ല വിശ്വാസത്തോടുകൂടി എന്ത് ചെയ്യുക, ഓതാം. 4-ാമത് ശ്രദ്ധിക്കേണ്ടത്, തെറ്റുകൂടാതെ ഓതാൻ ശ്രമിക്കാം. അക്ഷരശുദ്ധിയോടുകൂടി ഓതലോ ഓക്കെ, അതുപോലെ തന്നെ ഫാത്തിഹ തെറ്റാതെ ഓതാൻ ശ്രമിക്കാം. നല്ല വൃത്തിയായിട്ട് ഒരു 11. ഇനി നമുക്ക് ഓതാൻ പറ്റിയില്ല, എന്നാൽ ഏതെങ്കിലും നല്ല ഓതാൻ അറിയുന്ന, ഇനി അത് ഉസ്താദന്മാരെ കൊണ്ട് ഓദിച്ചാലും വേണ്ടിയില്ല, നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന മക്കളെ കൊണ്ട് ഓദിച്ചാലും ശരിയില്ല, കുഴപ്പമില്ല, ഒരു 11 ഫാത്തിഹ അതിൽ ഓദിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ല നീയത്തോടു കൂടി കൊടുക്കുക. തീർച്ചയായിട്ടും അത്ഭുതം കാണാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇനി മറ്റൊരു വഴി പറഞ്ഞുതരാം. മധുരം കഴിക്കുന്ന സ്വഭാവമുള്ള, പഞ്ചസാര ആകട്ടെ, അല്ലെങ്കിൽ മധുരം ശർക്കര ആവട്ടെ, മധുരമുള്ള സംഗതി, പഞ്ചസാരയാണ് ഏറ്റവും നല്ലത്. പഞ്ചസാര ഉപയോഗിക്കുന്ന ആളുകളാണ്. ആ പഞ്ചസാരയിലേക്ക് വ്യാഴാഴ്ച പകൽ യാ റഹ്മാനു യാ അല്ലാഹ് എന്ന പദം, വ്യാഴാഴ്ച പകൽ കേട്ടോ, രാവിലെ സമയത്ത് യാ റഹ്മാനു യാ അല്ലാഹ് എന്ന ദിക്ർ, അത് സാഅത്തുൽ മുഷ്തരി, അതായത് എന്ത് ചെയ്യുക, രാവിലെ 6 മുതൽ 7 വരെയുള്ള സമയത്തിന് പറയുന്ന പേരാണ് സാഅത്തുൽ മുഷ്തരി. ആ സമയത്തിനുള്ളിൽ, അതായത് 6 to 7 എന്ത് ചെയ്യുക, യാ റഹ്മാനു യാ അല്ലാഹ് എന്ന ദിക്ർ 298 തവണ ഈ പഞ്ചസാരയിലേക്ക് മന്ത്രിക്കുക. നല്ല എണ്ണം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, 298 തവണ. ചില ആളുകൾ ചോദിക്കും, എന്താ 2 എണ്ണം കൂട്ടിയാൽ 300 ആവൂലേ? നമുക്ക് കിതാബുകളിൽ കാണുന്ന കണക്ക് 298ആണ്. നമ്മൾ അതിനേക്കാൾ കവച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പറഞ്ഞൊരു കണക്കിന് ഒരു അസറുണ്ടാവും, ചിലപ്പോൾ അതിലൊരു കാര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കണക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നത്. ഇപ്പം 786 എന്നൊരു കണക്കുണ്ട്. ആ കണക്ക് ബിസ്മിയുടെ കണക്കാണ്. അതൊന്ന് 1000 ആക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ പറ്റുമോ? അത് 1000 ആക്കിയാൽ എന്ത് ചെയ്യുക, ഒരു റൗണ്ടായല്ലോ, പറയാനും എളുപ്പമുണ്ട്. അങ്ങനെയല്ല, മറിച്ച് എന്ത് ചെയ്യുക, അത് കണക്ക് അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്, അതിൻ്റെ കണക്ക് നോക്കിയിട്ടാണ് ആ 786 എന്നുള്ള കണക്ക് കിട്ടിയത്. അത് മഹാന്മാർക്ക് അറിയുന്ന കണക്ക് തരുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. അപ്പം 298 തവണ രാവിലെ 6 to 7 വരെയുള്ള സമയം, അതിനുള്ളിൽ എന്ത് ചെയ്യുക, മന്ത്രിച്ചു. ഇനി ആ സമയത്ത് ഒരാൾക്ക് മന്ത്രിക്കാൻ പറ്റിയില്ല, വ്യാഴാഴ്ച പകൽ ഓതാൻ പറ്റിയില്ല, എന്നാൽ വ്യാഴാഴ്ച 1 to 2 സാഅത്തുൽ മുഷ്തരിയാണ്. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, മന്ത്രിക്കാം. ഉച്ചയ്ക്കുള്ള സമയം 1 to 2 സമയം. അപ്പോൾ ഈ സമയത്ത് 298 തവണ അതിലേക്ക് മന്ത്രിച്ച് ആ പഞ്ചസാര എന്ത് ചെയ്യുക, അവർക്ക് കഴിക്കാൻ കൊടുക്കാം. അത് വെള്ളത്തിൽ കലക്കി കൊടുത്താലും വേണ്ടിയില്ല, ചായ കലക്കി കൊടുത്താലും വേണ്ടിയില്ല, ജ്യൂസിൽ കൊടുത്താലും വേണ്ടിയില്ല, എങ്ങനെ കൊടുത്താലും വേണ്ടിയില്ല, അവർക്കുള്ളിലേക്ക് അത് എത്തണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്നേഹം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ളൊരു മാർഗ്ഗം അല്ലേ. ഇതിനൊന്നും വലിയ അറിവൊന്നും വേണ്ട. ഫാത്തിഹ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, യാ റഹ്മാനു യാ അല്ലാഹ് ചൊല്ലാനും അറിയാലോ. ആ എണ്ണം ഒന്ന് നോക്കി വെച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി പല ആളുകൾക്കുള്ളൊരു വശം പറയുന്നുണ്ട്, ലൈംഗിക ബന്ധത്തിൽ തൃപ്തിയില്ലായ്മ. ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നില്ല, ഭർത്താവ് ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നില്ല. അല്ലെ അങ്ങോട്ടൊരു സംശയം, എന്നെ കൊണ്ട് ഭർത്താവ് തൃപ്തിപ്പെടുന്നുണ്ടോ, അല്ലെ ഭർത്താവ് ചിന്തിക്കുകയാണ് എന്നെ കൊണ്ട് ഭാര്യ തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന്. ഇങ്ങനെ ഒരു തൃപ്തിക്കുറവ് ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ച് കിട്ടാനുള്ളൊരു മാർഗം മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹസനുൽ ബസരി തങ്ങൾ അതെന്ത് ചെയ്യണം, 2 പുഴുങ്ങിയ കോഴിമുട്ട എടുക്കാം. കോഴിമുട്ട വീട്ടിലുണ്ടാവൂലേ, 2 പുഴുങ്ങിയ കോഴിമുട്ട, പുഴുങ്ങിയതാവണം കേട്ടോ, പച്ചയല്ല, തോട് പൊളിച്ച് പുഴുങ്ങിയിട്ട് തോട് പൊളിച്ചെടുത്തത്. ഈ കോഴിമുട്ടകൾ ഒന്നെടുത്ത് ആ ഒന്നിലേക്ക്, ആദ്യത്തെ കോഴിമുട്ടയിലേക്ക് സൂറത്തു ദാരിയാത്ത്, 51ാമത്തെ സൂറത്താണ് സൂറത്തു ദാരിയാത്ത്. ആ ദാരിയാത്ത് സൂറത്തിലെ 47ാമത്തെ ആയത്തുണ്ട്, വസ്സമാ ബനൈനാഹാ ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ എന്ന ആയത്ത്. ഈ ആയത്ത് എന്ത് ചെയ്യണം, 7 തവണ ഇതിലേക്ക് മന്ത്രിക്കണം. 7 തവണ ഈ ഒരു ആയത്ത് ഓതിയിട്ട് 1ാമത്തെ മുട്ടയിലേക്ക് ഓതി ഇഷ്ഫി എന്ന് മന്ത്രിച്ച് എന്ത് ചെയ്യുക, ഈ മുട്ട ഭർത്താവ് ആദ്യം കഴിക്കണം. ഈ മുട്ട ഭർത്താവ് കഴിക്കാം. ഓക്കെ, ഇനി 2ാമത്തെ മുട്ടയിലേക്ക്
സൂറത്തു ദാരിയാത്തിൽ തന്നെ 48-ാമത്തെ ആയത്ത്, അതായത് ഇതിനാൽ തൊട്ടടുത്ത ആയത്ത്, വൽ അർള ഫറസ്നാഹ ഫനിഅമൽ മാഹിദൂൻ. ഈ ഒരു ആയത്ത് അതും 7 തവണ ഓതിയിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ആരും കഴിക്കുക, ഭാര്യയും കഴിക്കുക. അപ്പോൾ 2 മുട്ട എടുത്തു, അത് തോല് പൊളിച്ചതാവണം, പുഴുങ്ങിയതാവണം, അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ നാടൻ മുട്ടയാകാൻ ശ്രമിക്കുക. നാടൻ മുട്ട എടുക്കുക, ഏതെങ്കിലും ബ്രോയിലർ മുട്ട ഒന്നും ആക്കാതെ എന്ത് ചെയ്യുക, നാടൻ മുട്ടയിൽ തന്നെ ചെയ്യാൻ മഹാനവറുകൾ പ്രത്യേകം പഠിപ്പിച്ചു തരികയാണ്. നാടൻ മുട്ട, പുഴുങ്ങിയ മുട്ടയിലേക്ക് 1-ാമത്തെ മുട്ടയിൽ 7 തവണ സൂറത്തു ദാരിയാത്തിലെ 47-ാമത്തെ ആയത്തും 2-ാമത്തെ മുട്ടയിൽ 7 തവണ സൂറത്തു ദാരിയാത്തിലെ 48-ാമത്തെ ആയത്തും ഓതിയിട്ട് ആദ്യത്തെ മുട്ട ഭർത്താവും കഴിക്കുക, 2-ാമത്തെ മുട്ട ഭാര്യയും കഴിക്കുക. ഇത് കുറച്ചു കാലം ഒന്ന് ദായിമാക്കി കഴിഞ്ഞാൽ, സ്ഥിരമാക്കി കഴിഞ്ഞാൽ അവരുടെ ലൈംഗിക ബന്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പൊരുത്തം കൊടുക്കും, പരസ്പരം തൃപ്തി കൊടുക്കും, അതിൽ വലിയ മഹബത്ത് ഉണ്ടാവും. അതിൽ തൃപ്തി ഉണ്ടാകുക എന്ന് വെച്ചാൽ അവരുടെ ഖൽബിൽ വലിയ മഹബത്ത് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രത്യേകം ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഒരു തമാശ തോന്നിയേക്കാം, എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിൽ നീറുന്നത് എത്രത്തോളം ഉണ്ടാകുമെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്ന് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. കാരണം മഹത്തുക്കൾ അത്ര ഗൗരവമുള്ള വിഷയമായിട്ട് അത് പഠിപ്പിച്ചു തരണമെങ്കിൽ ആ വിഷയത്തിൻ്റെ ഗൗരവമുള്ളത് കൊണ്ടാണ്, ആ വിഷയം വല്ല ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് കാരണം ഈ തൃപ്തിക്കുറവ് വരുമ്പോൾ സമയത്താണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്ക് തിരിയാൻ കാരണമായി തീരുന്നത്. ഭർത്താവിനെ തൃപ്തിയില്ലാത്ത ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ചിലപ്പോൾ വേരി ചാടാൻ മറ്റുള്ളവരിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഭാര്യയെ തൃപ്തിയില്ലാത്ത ഭർത്താവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്നുണ്ട് എങ്കിൽ മറ്റൊരാളിലേക്കും തിരിയേണ്ട ഒരു ആവശ്യം ഇവർക്ക് വരില്ല. അപ്പോൾ അത്ര ഗൗരവമുള്ള വിഷയമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ ഗൗരവത്തിലെടുക്കുക. ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠതയും ഫദ്ലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ. സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന, ടെൻഷനുകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ അല്ലാഹു വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സ്നേഹം കണ്ടുകൊണ്ട് മക്കൾ വളരാനും ആ മക്കളും സ്നേഹമുള്ളവരായി തീരാനും ഒക്കെ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ടെൻഷൻ കഴിയുന്ന, അതുപോലെ വിവാഹത്തിന്റെ മോചനത്തിന്റെ വക്കിലെത്തി കഴിയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവില്ല നമ്മുടെ പരിസരത്ത്, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അവരും റാഹത്തായി ജീവിക്കുന്നുണ്ട്, നമുക്കും സന്തോഷമല്ലേ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണിത്. എന്ത് ചെയ്യുക, 2 ഇണകൾ റാഹത്തോടു കൂടി ജീവിക്കുന്നതാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാലായ ഒരു സംഗതിയാണ് ത്വലാഖ് എന്നുള്ളത്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ത്വലാഖിൻ്റെ വക്കിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, കൂട്ടുകാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കാം. അവർ സ്നേഹബന്ധത്തിലായി കഴിഞ്ഞാൽ വലിയ റാഹത്തും സന്തോഷവുമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.